വി വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സദ്ഗുരു ആദിശങ്കരാചാര്യനെ കുറിച്ചാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിച്ചിരുന്ന സന്യാസിയും ദാർശനികനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശങ്കരാചാര്യർ അഥവാ ആദിശങ്കരൻ. അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകിയ ഇദ്ദേഹത്തെ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു. നൂറ്റാണ്ടുകളായി ലോകത്തെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കേരളീയനാണ് ശ്രീ ശങ്കരാചാര്യർ. AD 700 കാലഘട്ടങ്ങളിലാണ് ആദിശങ്കരൻ ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ കാലടിക്കടുത്ത് ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് സന്യാസിയായത്. 7ാം നൂറ്റാണ്ടിൽ ശിവഗുരുവിൻ്റെയും ആര്യദേവിയുടെയും മകനായാണ് ശ്രീശങ്കരൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ശങ്കരൻ സന്യാസത്തിലേക്ക് ആകൃഷ്ടനായിരുന്നു അത്രേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിന് അമ്മ എതിരായിരുന്നു. കാരണം തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം കുട്ടികളുണ്ടാകാതെ പരമശിവനെ പൂജിച്ചും പ്രസാദിപ്പിച്ചും തങ്ങൾക്ക് ലഭിച്ച പുത്രനായതുകൊണ്ടായിരുന്നു ഈ എതിർപ്പ്. ഒരു ദിവസം തന്റെ വീടിനടുത്തുള്ള പെരിയാർ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുതല പിടുത്തമിടുകയും നദിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഇടയാവുകയും ചെയ്യുകയുണ്ടായി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ മാത്രമേ അരികിലുണ്ടായിരുന്നുള്ളൂ. മുതലയുടെ കയ്യിൽ നിന്ന് തന്റെ മകനെ രക്ഷിക്കാൻ വഴിയൊന്നും കാണാതെ ആ അമ്മ വിലപിക്കാൻ തുടങ്ങി. തനിക്ക് ഈ അവസരത്തിലെങ്കിലും സന്യാസിയാവാൻ അനുവാദം തരണമെന്നും അങ്ങനെ മരിക്കുവാനുള്ള തന്റെ ആഗ്രഹം സഫലീകരിക്കണമെന്നും ശങ്കരൻ മാതാവിനോട് അപേക്ഷിച്ചു. ഇവിടെ ശങ്കരൻ അമ്മയോട് തന്റെ മരണം ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായാണ് സന്യാസത്തെ അവതരിപ്പിച്ചത്. സന്യാസം അടുത്ത ഒരു ജന്മമാണെന്നും അത് സ്വീകരിച്ചാൽ ഈ ജന്മത്തെ ഉപേക്ഷിക്കുവാൻ തനിക്ക് ഹേതുവായി അവതരിച്ച മുതലയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്നും ശങ്കരൻ അമ്മയെ വിശ്വസിപ്പിച്ചു. ശങ്കരന്റെ വാദങ്ങൾ അംഗീകരിച്ച മാതാവ് സന്യാസത്തിനുള്ള അനുവാദം നൽകിയെന്നും തുടർന്ന് സന്യാസ ദീക്ഷ ഏറ്റുവാങ്ങിയ ശങ്കരനെ വിട്ട് മുതൽ അപ്രത്യക്ഷമായെന്നും പിന്നീട് ശങ്കരൻ സന്യാസത്തിലേക്ക് നീങ്ങിയെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. ഉത്തരഭാരതത്തിലേക്ക് യാത്രകൾ തുടർന്ന ശങ്കരൻ വേദത്തെ നാലായി പകുത്ത വേദവ്യാസന്റെ ശിഷ്യനായ ഗോവിന്ദ ഭഗവത് പാദരെ തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചു. അദ്ദേഹത്തിൽ നിന്നായിരുന്നു വേദാന്തം പഠിക്കുന്നത്. പിന്നീട് പ്രയാഗിലേക്കായിരുന്നു ശങ്കരന്റെ യാത്ര. അവിടെ വെച്ച് മീമാംസാ പണ്ഡിതനായ മണ്ഡനാമിത്രനെ തർക്കത്തിൽ പരാജയപ്പെടുത്തിയതോടെ വേദാന്തികളും ആത്മീയ ആചാര്യന്മാരും ഈ യുവയോഗിയെ ശ്രദ്ധിച്ചു തുടങ്ങി. ഇക്കാലത്താണ് ഉപനിഷത്ത് തത്വങ്ങളെ സൂക്ഷ്മമായി പഠിക്കുകയും അവ വ്യാഖ്യാനിക്കുകയും ചെയ്ത് ശങ്കരൻ തന്റെ പുതിയ ചിന്താധാരകൾ രൂപപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയത്. ഇതാണ് അദ്വൈത സിദ്ധാന്തം എന്ന പേരിൽ പ്രസിദ്ധമായത്. പ്രപഞ്ചത്തിൽ ബ്രഹ്മം ഒന്ന് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ, മറ്റെല്ലാം കേവല നശ്വരങ്ങളാണെന്നും ശങ്കരൻ ഉദ്ബോധിപ്പിച്ചു. അഹം ബ്രഹ്മാസ്മി എന്ന തന്റെ വിഖ്യാതമായ വാക്യത്തിലൂടെ ഓരോ ജീവാത്മാവിനുള്ളിലും പരമാത്മാവായ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നുവെന്ന് മനസ്സിലാക്കിപ്പിച്ചു. ശൈവ വൈഷ്ണവ സ്പർദ്ധകളാൽ കലുഷിതമായി നാശോന്മുഖമായി കഴിഞ്ഞിരുന്ന ഹൈന്ദവ മതങ്ങളെ ഏകീകരിക്കുകയും അവയിലെ അനാചാരങ്ങളെയും അന്ധവും അജ്ഞാന നിബന്ധവുമായ വിശ്വാസങ്ങളെയും പുറന്തള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഭാരതം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയാണ് ശ്രീ ശങ്കരൻ. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായ ശങ്കരൻ നൂറ്റാണ്ടുകളായി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും അടിത്തറ പാകിയ വ്യക്തിയാണ്. തന്റെ 32ാം വയസ്സിൽ കേദാർനാഥിലെ ഒരു ഗുഹയിൽ വെച്ചാണ് ശങ്കരാചാര്യർ സമാധിയിൽ ലയിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കുറിക്കുക. വരും വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.